മാർച്ച് 6 കോർബിയിലെ വിശുദ്ധ കോളറ്റ്. ഫ്രാൻസിലെ കോർബിയിലെ പ്രശസ്ത ബെനഡിക്റ്റൈൻ ആബിയിലെ ഒരു പാവപ്പെട്ട ആശാരി റോബർട്ട് ബോലറ്റിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മാർഗരറ്റ് മോയോണും കുട്ടികളില്ലായിരുന്നു. സമകാലിക ജീവചരിത്രകാരന്മാർ പറയുന്നത്, ഒരു കുട്ടി ജനിക്കുന്നതിനുള്ള സഹായത്തിനായി വിശുദ്ധ നിക്കോളാസിനോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവർ കുട്ടികളില്ലാതെ വൃദ്ധരായി തീർന്നു എന്നാണ്. 60-ാം വയസ്സിൽ 1381 ജനുവരി 13 മാർഗരറ്റ് ഒരു മകൾക്ക് ജന്മം നൽകിയപ്പോൾ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചു. നന്ദി സൂചകമായി അവർ കുഞ്ഞിന് അവളുടെ ജനനത്തിലെ അത്ഭുതം ആരാണോ ആ വിശുദ്ധൻ്റെ പേരിട്ടു. അവളുടെ മാതാപിതാക്കൾ അവളെ സ്നേഹപൂർവ്വം നിക്കോലറ്റ് എന്ന് വിളിച്ചിരുന്നു. അത് താമസിയാതെ കോളറ്റ് എന്ന് ചുരുക്കി. ആ പേരിൽ അവൾ അറിയപ്പെടുന്നു. അവൾക്കും പൊക്കം കുറവായിരുന്നു. കുഞ്ഞു കോളറ്റിൻ്റെ അത്ഭുത ജനനത്തിന് ശേഷം അസുഖങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഭേദമാക്കാൻ പലരും അവളുടെ അടുത്തേക്ക് വന്നു. കുട്ടികളില്ലാത്ത ദമ്പതികൾ, കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കുന്ന അമ്മമാർ, മാരക രോഗികളായ ശിശുക്കൾ എന്നിവർ വിശുദ്ധ കോളറ്റിൻ്റെ സഹായം തേടി പ്രാർത്ഥിച്ചിരുന്നു. 4-ാം വയസ്സ് മുതൽ അവൾ പ്രാർത്ഥനയിലും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലും ശ്രദ്ധ പുലർത്തി. ദരിദ്രർക്ക് ഭക്ഷണം നൽകുവാൻ അവൾ സ്വന്തം ഭക്ഷണം വേണ്ടെന്ന് വെച്ചു. ദീർഘനേരം യേശുവിനോട് പ്രാർത്ഥിച്ചു. അവളുടെ മെത്ത തടിക്കഷ്ണങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും സുഖകരമായി ഉറങ്ങാൻ പോലും ശരീരത്തെ അനുവദിക്കാതെ സ്വയം ശരീരത്തെ പീഡിപ്പിച്ചു. അവളുടെ യൗവനകാലത്ത് ദൈവത്തിൽ നിന്ന് അത്ഭുതകരമായ രോഗശാന്തികൾ പോലെയുള്ള കൃപകൾ സ്വീകരിച്ചു. 1399 അവൾക്ക് 18 വയസ്സുള്ളപ്പോൾ അവളുടെ മാതാപിതാക്കൾ മരിച്ചു. കോളറ്റിനെ അവളുടെ രക്ഷാധികാരിയായ ഫാദർ ജീൻ ബാസൻറ്റിൻ്റെ സംരക്ഷണയിലാക്കി. അവൾ വിവാഹം കഴിക്കാൻ വിസമ്മതിക്കുകയും മഠത്തിൽ പ്രവേശിക്കാൻ രക്ഷിതാവിൽ നിന്ന് അംഗീകാരം നേടുകയും ചെയ്തു. കോളറ്റ് കോർബി ബെഗൈൻസിൽ ചേർന്നു. വിധവകൾക്കോ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്ത, ഒറ്റയ്ക്കോ സമൂഹത്തിലോ ജീവിക്കുന്ന, ധ്യാനം, ജോലി, ഭിക്ഷാടനം അല്ലെങ്കിൽ ദരിദ്രരെ പരിപാലിക്കൽ എന്നിവയ്ക്കായി സ്വയം സമർപ്പിച്ചിരിക്കുന്ന വിധവകൾക്കോ അവർക്ക് വേണ്ടിയോ ഉദ്ദേശിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിൽ അവൾ 1 വർഷത്തോളം അവരോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സന്യാസ ഓർഡർ വളരെ കർശനമായി കാണാഞ്ഞതിനാൽ കോർബിയിലെ ബെനഡിക്റ്റൈൻ മഠത്തിൽ പ്രവേശിക്കുവാൻ അവൾ തീരുമാനിച്ചു. എന്നിരുന്നാലും ഇതും കോളറ്റിന് അനുയോജ്യമായില്ല. പിന്നീട് അവൾ പാവപ്പെട്ട ക്ലെയേഴ്സ് സഹോദരിമാരുടെ മഠത്തിലേക്ക് പോയി. അവിടെ അവൾ സ്വയം ഒരു സേവകയായി. എന്നാൽ അവിടെ ജീവിത സാഹചര്യങ്ങൾ വളരെ മധുരവും സൗമ്യവുമാണെന്ന് അവൾ കണ്ടെത്തി. അവൾ കോർബിയിലേക്ക് മടങ്ങി. അവിടെ ഫാദർ ജീൻ പീനറ്റിനെ വീണ്ടും കണ്ട് അഭിപ്രായം ആരാഞ്ഞു. ഹഡ്സൺ കോൺവെൻറ്റിൻ്റെ രക്ഷാധികാരിയുടെ പക്കലേക്ക് അയക്കപ്പെട്ട കോളറ്റയോട് ഫ്രാൻസിസ്കൻ 3-ാം ക്രമത്തിൻ്റെ ഭരണത്തിൻ കീഴിൽ താമസിക്കുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. സെയിൻറ്റ് ക്ലെയറിൻ്റെ ക്രമം അതിൻ്റെ യഥാർത്ഥ കാഠിന്യത്തിലേക്ക് പുനഃസ്ഥാപിക്കുവാൻ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അവളോട് കൽപ്പിച്ച ദർശനങ്ങൾ അവൾക്കുണ്ടായിരുന്നു. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ മടിച്ചപ്പോൾ അവൾ 3 ദിവസം അന്ധയും 3 ദിവസം ഊമയും ആയിത്തീർന്നു. നടപടിയെടുക്കുവാനുള്ള ഒരു അടയാളമായി അവൾ ഇതിനെ കണ്ടു. ഫ്രാൻസിസ്കൻ 3-ാം ക്രമത്തിൻ്റെ ഭരണം പാലിക്കുന്നതിൽ അലംഭാവം കാണിച്ചിരുന്ന പാവപ്പെട്ട ക്ലെയർ ആശ്രമങ്ങളെ നവീകരിക്കുവാൻ അവൾ ആഹ്വാനം ചെയ്തു. കോളറ്റ് എല്ലാ വെള്ളിയാഴ്ചയും യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ച് ഉപവസിച്ചിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം അവൾ മണിക്കൂറുകളോളം ധ്യാനിച്ച് ദൈവത്തിന് നന്ദി പറയുമായിരുന്നു. ഫ്രാൻസിസ്കൻ ഭരണം കർശനമായി പാലിക്കുന്നതിനും ദാരിദ്ര്യം, തപസ്, പ്രാർത്ഥന എന്നിവയിൽ ഊന്നൽ നൽകുന്നതിനും വിശുദ്ധ കോളറ്റ് അറിയപ്പെടുന്നു. ഫ്രാൻസ്, ബെൽജിയം, നെതർലൻഡ്സ് എന്നിവിടങ്ങളിൽ അവൾ ധാരാളം യാത്ര ചെയ്തു. ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ പിന്തുണയോടെ അവൾ 17 കോൺവെൻറ്റുകൾ സ്ഥാപിക്കുകയും ചിലവ പരിഷ്കരിക്കുകയും ചെയ്തു. പാവപ്പെട്ട ക്ലെയേഴ്സിൻ്റെ ഒരു ശാഖ ഇപ്പോഴും കോളറ്റൈൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അവളുടെ പ്രയത്നങ്ങൾ പാവപ്പെട്ട ക്ലെയർ ആശ്രമങ്ങളെ പുനർജീവിപ്പിക്കുകയും കൂടുതൽ ലാളിത്യവും സമർപ്പണവുമുള്ള ജീവിതം സ്വീകരിക്കാൻ നിരവധി സ്ത്രീകളെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. സ്വന്തം മരണത്തീയതി അവൾ മുൻകൂട്ടി പറഞ്ഞു. 1447 മാർച്ച് 6 66-ാം വയസ്സിൽ കോളറ്റ് മരിച്ചപ്പോൾ അവളുടെ സ്വന്തം രോഗത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും അടയാളങ്ങൾ ശരീരത്തിൽ നിന്നും അപ്രത്യക്ഷമായി. അവളുടെ ശരീരം മഞ്ഞുപോലെ വെളുത്തതും മൃദുലമായ കൈകാലുകളും മനോഹരമായ സുഗന്ധം പുറപ്പെടുവിക്കുന്നതുമായ, താരതമ്യപ്പെടുത്താനാവാത്തതും അതിശയകരവുമായ സൗന്ദര്യത്താൽ നിറഞ്ഞു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന അനേകം അത്ഭുതങ്ങൾ വിശുദ്ധ കോളറ്റിൻ്റെ പ്രാർത്ഥനാ ചൈതന്യത്താൽ നടന്നിട്ടുണ്ട്. അതിൽ 4 അവളെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിൽ ഉൾപ്പെട്ടിരുന്നു. കോളറ്റിനെ 1740 ജനുവരി 23
ക്ലെമന്റ് 12 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും 1807 മെയ് 24 പയസ് 7 മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുന്നവർ, കുട്ടികളില്ലാത്ത ദമ്പതികൾ അവളുടെ മാധ്യസ്ഥം തേടുന്നു. മാത്രമല്ല, ഉദരത്തിൽ കുഞ്ഞുങ്ങളെ വഹിക്കുന്ന അമ്മമാരുടെയും രോഗികളായ ശിശുക്കളുടെയും സ്വർഗീയ രക്ഷാധികാരി കൂടിയാണ് വിശുദ്ധ കോളറ്റ്. വചനം പ്രഭാഷകൻ 40 അധ്യായം 29 വാക്യം. ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ അവൻ്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല. അവൻ അന്യൻ്റെ ഭക്ഷണം കൊണ്ട് തന്നെ മലിനമാക്കുന്നു. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അത് ഒഴിവാക്കും. വിചിന്തനം: മാനുഷികമായി നോക്കിയാൽ പലതും മനുഷ്യന് അസാധ്യമാണ്. എന്നാൽ ദൈവത്തോട് ചേർന്ന് വിശ്വാസത്താൽ പലതിനെയും നോക്കിക്കാണുമ്പോൾ അസാധ്യമെന്ന് കരുതിയതെല്ലാം സാധ്യമായി തീരും. അതുകൊണ്ടാണല്ലോ കോളറ്റിൻ്റെ മാതാപിതാക്കൾക്ക് അവരുടെ 60 വയസ്സിൽ കോളറ്റിനെ ഒരു കുഞ്ഞുമകളെ ലഭിച്ചത്.